വഖഫ് ഭേദഗതി ബില്ല് യാഥാർത്ഥ്യമാകുന്നു. BJP ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണ്? വഖഫിനെ പറ്റി ആൾക്കാർക്ക് മൊത്തത്തിൽ ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ വഖഫ് ബോർഡ്, വഖഫ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാനും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് കർണാടകയുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. കർണാടകയിൽ ഞാൻ ചെന്നു. കർണാടകയിൽ ചെന്നപ്പോൾ ഏതാണ്ട് 1 കോടിയിലധികം മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വഖഫ് പ്രശ്നമാണ്. എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് 1.2 lakh acres ഓഫ് ലാൻഡ്, അതിൽ 4/1 വല്ലവന്മാർ അടിച്ചുകൊണ്ട് പോയി. അവിടെ ആയിരക്കണക്കിന് കേസ്, പരാതി കൊടുത്തിട്ട് ഒന്നിനും മറുപടിയില്ല. അവർ പല മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെയൊക്കെ ഓരോ വിഭാഗങ്ങൾ പോയി പരാതിപ്പെടുകയാണ് അഫക്റ്റഡ്. അങ്ങനെ അത് പഠിച്ചപ്പോഴത്തേക്ക് അതൊരു വലിയ ഒരു സമുദ്രമാണെന്ന് മനസ്സിലായി. പിന്നീട് അത് മനസ്സിലായി, ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് വഖഫിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ 8 ലക്ഷം ഏക്കറിലധികമുണ്ട്. ചില സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ 10 ലക്ഷം വരെ ഉണ്ടെന്ന് പറയുന്നു. ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ ലാൻഡ് ലോഡാണ് വഖഫ് എന്ന് പറയുന്നു. അത്രയും വലിയൊരു സംവിധാനമാണ്. 3rd ലാർജസ്റ്റ് ലാൻഡ് ഓണറാണ് വഖഫ്. ഇനി വഖഫ് എന്താണെന്ന് പഠിച്ചപ്പോൾ മനസ്സിലായത്, വഖഫ് എന്ന് പറയാൻ, ഞാൻ സാധാരണ വയസ്സായി മരിക്കാൻ സമയമാകുമ്പോൾ എൻ്റെ പ്രോപ്പർട്ടി എല്ലാം ആർക്കും കൊടുക്കാനില്ലെങ്കിൽ ഞാൻ വഖഫ് ബോർഡിന് വഖഫ് എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ടു ഗോഡ്, അള്ളാഹുവിന് കൊടുക്കുന്നു. എന്താണ് നിയ്യത്ത്? പ്രത്യേകിച്ച് എഴുതിയിട്ടില്ലെങ്കിൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നീഡിക്ക് കൊടുക്കുക, അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അവൻ്റെ വിദ്യാഭ്യാസത്തിന്, അവൻ്റെ ആരോഗ്യത്തിന്, അവൻ്റെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുക. നോട്ട് റിച്ച്, നീഡി പറയാ, പാവപ്പെട്ടവന് വേണ്ടി, അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ബോർഡിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വന്ന ലാൻഡാണ് 8 ലക്ഷം ഏക്കറിൽ കൂടുതൽ വന്നതും. പിന്നെ 12,000 കോടി രൂപയുടെ മറ്റ് അസറ്റ്സും ഒക്കെ ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതിനെ വീണ്ടും പഠിച്ചപ്പോൾ, കേസ് പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത്, ഇവിടെ ഈ വഖഫിനെ ഇൻറ്റൻഡഡ് രീതിയിലല്ല, ഉദ്ദേശിച്ച രീതിയിലല്ല പോകുന്നത്. ഒന്ന്. രണ്ടാമത്, വഖഫിൻ്റെ ജോലി റിലീജിയസ്, മുസ്ലിം എന്നുള്ള പേര് അല്ലാതെ എല്ലാവരും നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുന്നതല്ലാതെ റിലീജിയസ് മാറ്റേഴ്സ് അല്ല വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. വഖഫ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഖഫ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റാണ്. അത് ഉദ്ദേശിച്ച രീതിയിൽ ചെലവഴിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ട് ഈ പ്രോപ്പർട്ടി മൊത്തം തന്നെ വഖഫ് ബോർഡിൽ വരുന്ന പൊളിറ്റീഷ്യൻസും അതിലുള്ള മസിൽ പവറുള്ളവരും ശക്തി കൂടിയവരും ഇതിനെ കൈക്കലാക്കിയതിന് ശേഷം, അതാണ് 30%, 25-30% കൈക്കലായി പോയത്. ചില സ്ഥലങ്ങളിലെല്ലാം കോളേജുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ക്യാപിറ്റേഷൻ ഫീ വാങ്ങി കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുക, അത് കൊമേഴ്ഷ്യലായിട്ട് കൺവേർട്ട് ചെയ്യുക, കുറച്ച് ഭാഗം വേണ്ടി ഈ മദ്രസയെന്നോ ഒക്കെ പറഞ്ഞ് ചെയ്യുക. ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ 8 ലക്ഷം ഏക്കർ സ്ഥലം, ഈ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ഈ ഡൈവേഴ്സ്ഡ് അമ്മമാർ, സിംഗിൾ മോംസ്, ഇങ്ങനെ കുറേ പേര്, വീടില്ലാത്തവർ, ഡെസ്റ്റിറ്റ്യൂട്ട്സ്, ഒരു 10 സെൻറ്റ് വീതം ഇവർക്ക് എഴുതി കൊടുത്ത് ഒരു വീടും വെച്ച് കൊടുത്തെങ്കിൽ തന്നെ ഏതാണ്ട് 80 ലക്ഷം വിധവകൾ രക്ഷപ്പെടുമായിരുന്നു. ആ രീതിയിലൊന്നും ഒരു വർക്കും കണ്ടിട്ടില്ല. അതൊരു സൈഡ് അവിടെ നിൽക്കും. രണ്ടാമത്, ഇവിടെ നിന്ന് വരുമാനത്തിന് ഒരു ഓഡിറ്റും ഇല്ല. അത് തരുന്നതെല്ലാം കണക്കുകളെല്ലാം ശരിയുള്ളതല്ല. മൂന്നാമതൊരു കാര്യം കണ്ടത്, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെ തന്നെ എല്ലാ സെക്ഷൻസും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നാലാമത് കണ്ടത്, വഖഫ് കൗൺസിൽ എന്നൊരു സാധനമുണ്ട്. അതിലാണ് ഫൈനൽ ബോഡി. അവർക്ക് ഡിസ്ട്രിക്ട് കളക്ടർ പോലും വിളിച്ചു വരുത്താം. ആ വഖഫ് കൗൺസിൽ എടുക്കുന്ന തീരുമാനമാണ് ഫൈനല്. അതിന് കോടതി പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കണ്ടത്, വഖഫ് പറയാണ് ഇവിടെ ഒരു മൈതാനം ഇപ്പോൾ സ്ഥിരമായിട്ട്, ബാംഗ്ലൂർ ഒരു കേസ് പറഞ്ഞാണ്, മൈതാനം സ്ഥിരമായിട്ട് ഈദ്ഗാഹ് നടത്തുന്നു. വഖഫ് പറയണത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞാൽ അത് വഖഫാണ്. ഇങ്ങനെയുള്ള വഖഫിന് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കാത്ത എംപവർമെൻ്റ് എല്ലാം കൊടുത്തത് 1975 കോൺഗ്രസ് കൊണ്ടുവന്ന അമെൻമെൻറ്റ്സ്, 95 കൊണ്ടുവന്ന അമെൻമെൻറ്റ്സ്, 2013 കൊണ്ടുവന്ന വഖഫ് ബിൽ അമെൻമെൻറ്റ്സ്, ഇതെല്ലാം കൂടെ ചേർത്ത് വഖഫുകാർക്ക് അവരെ ഇങ്ങനെ സൂചിപ്പിച്ച് നിർത്തി, വേണ്ടാത്ത അധികാരം എല്ലാം കൂടെ ഇവർക്ക് കൊടുത്ത്, ഇവർ കയറി മറ്റുള്ളവരുടെ, ഹിന്ദുക്കളുടെ പോലും പ്രോപ്പർട്ടീസ് കൈയടക്കുന്ന രീതിയിൽ വന്ന്, വഖഫിനെ ഒരു ശാപമായി കാണുന്ന ഒരു രീതി വന്ന് സഹിക്കാൻ വയ്യാതെ അപ്പോഴാണ് ഈ ഇഷ്യൂസ് എല്ലാം കൂടെ വന്നത്. അങ്ങനെ ഗവൺമെൻറ് പഠിച്ചപ്പം
ആണ് ഈ നമ്പറുകളൊക്കെ കിട്ടി. ഇത്രയും വലിയ ലാൻഡ് ലോഡ്, ഇത്രയും വലിയ അസറ്റ്, അവർക്ക് തോന്നിയ കണക്ക് ചെയ്യും. അവരുടെ വിധികളൊന്നും കോടതിയിൽ പോകാൻ പാടില്ല. ഇന്ത്യക്ക് അകത്ത് തന്നെ വേറൊരു ചെറു രാജ്യം പോലെ അവർ ഒരു ചെറിയ സിസ്റ്റം പോലെ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട്. മുനമ്പൊക്കെ ഒരു എക്സാമ്പിളാണ്. മുനമ്പത്ത് നടക്കുന്നത് തമിഴ്നാട് ഒരു വില്ലേജ് മൊത്തം വഖഫ് ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ ഈ ഹിന്ദുക്കൾക്കും ബുദ്ധിമുട്ടായി. മുസ്ലിങ്ങൾക്ക് വഖഫിൻ്റെ ഇൻറ്റൻഷൻ വിട്ടിട്ട് കുറേ രാഷ്ട്രീയക്കാരും മസിലുള്ളവരും ഇത് മിസ്യൂസ് ചെയ്യുന്നതായി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വേണം. അപ്പോൾ BJP ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, BJP ഉദ്ദേശിക്കുന്നത് വഖഫ് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വഖഫ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് നടത്തണം. വഖഫ് പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തണം. 1. രണ്ടാമത് വഖഫ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിൽ കറപ്ഷൻ പാടില്ല. 3. വഖഫ് പ്രോപ്പർട്ടി കൈയടക്കി വെച്ചേക്കുന്നതെല്ലാം സുതാര്യമായിട്ട് ഒരു ഗവേണൻസ് കൊണ്ടുവരണം. 4. വഖഫ് കൗൺസില് കാണിക്കുന്ന ഈ ദുരധികാരങ്ങൾ മറ്റ് പലരെയും ബാധിക്കുന്നുണ്ട്. അവർ കോടതിയുടെ കീഴിൽ പോലും അല്ല എന്ന് പറയുന്നുണ്ട്. അത് മാറ്റി ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരണം. വഖഫിന് ഏത് പ്രോപ്പർട്ടിയും വഖഫാണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിരുന്നു. അത് പാടില്ല, അത് ദോഷമാണെന്ന് മനസ്സിലായി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വഖഫിനെ സീറോ കറപ്ഷനിലേക്ക് കൊണ്ടുവരിക, എഫക്റ്റീവായിട്ട് ഫങ്ഷണലായിട്ട് കൊണ്ടുവരിക, വഖഫിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച് തന്നെ നടക്കുക. വഖഫിൽ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നില്ല, എല്ലാ വിഭാഗം മുസ്ലിങ്ങളും വരിക. വഖഫിൽ പാവപ്പെട്ടവർ കൂടുതൽ വരിക, വഖഫിൽ പെൺകുട്ടികൾ കൂടുതൽ ഭരണത്തിൽ വരിക. അതായത് വഖഫ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വഖഫ് മാനേജ്മെൻറ്റ്, എഫിഷ്യൻറ്റ് ഗവൺമെൻറ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗവേണൻസ്, ഓഡിറ്റഡ് അക്കൗണ്ട്സ്, ഇങ്ങനെ നന്മയുള്ള, അതായത് നേരത്തെ തന്നെ കൊണ്ടുവരുന്ന ഡിസിപ്ലിൻ. ആരും വോട്ട് ബാങ്കിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും ഇതിൽ കൈവയ്ക്കാൻ മടിച്ചിരുന്ന ഒരു സിസ്റ്റത്തിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇടപെട്ട് വഖഫിൻ്റെ രീതിയിൽ പോട്ടെ, വഖഫ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പോട്ടെ, വഖഫ് ഡെമോക്രാറ്റിക് ആയിട്ട് പോട്ടെ, വഖഫ് എഫിഷ്യൻറ്റ് ഗവേണൻസ് പോട്ടെ, വഖഫ് എല്ലാവർക്കും നീതി കൊടുക്കട്ടെ, സാമ്പത്തിക നീതി കൊടുക്കട്ടെ, സാമൂഹ്യ നീതി കൊടുക്കട്ടെ, വിമന് കൂടുതൽ പ്രാതിനിധ്യം വരട്ടെ, പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് കൂടുതൽ വരട്ടെ, ആരും കൈയടക്കി വയ്ക്കാതിരിക്കട്ടെ എന്നുള്ള നല്ല ഉദ്ദേശം മാത്രമേ ഈ ഗവൺമെൻറ്റിനുള്ളൂ, ഈ ബില്ലിലുള്ളൂ. അവർ പറഞ്ഞു പറ്റുന്നുണ്ടെന്ന മുസ്ലിങ്ങളുടെ റൈറ്റിനെ കയറി ബാധിക്കും. ഏത് മുസ്ലിം റൈറ്റിനെ? ഇതിൽ മുസ്ലിം റൈറ്റ് എന്നുള്ളൊരു ഇഷ്യൂ ഇല്ല. റിലീജിയസ് റൈറ്റ് ചെയ്യുന്നത് വഖഫല്ല. വഖഫിൻ്റെ പ്രധാനപ്പെട്ട ജോലി നമ്മൾ മനസ്സിലാക്കുക, വഖഫ് പ്രോപ്പർട്ടി ആൻഡ് വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ്. അത് മാത്രമേ BJP ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് നീതി കൊടുക്കുക, എല്ലാവർക്കും നീതി കൊടുക്കുക, എല്ലാവർക്കും ട്രാൻസ്പാരൻ്റായിട്ട് ഇത് മാനേജ് ചെയ്യുക. ഈ വഖഫിൻ്റെ പ്രോപ്പർട്ടിക്കൊന്നും റെക്കോർഡ്സ് ഇല്ല, അതൊക്കെ ലാൻഡ് റെക്കോർഡ്സൊക്കെ പ്രോപ്പറാക്കുക. ഒറ്റ വാക്കി പറഞ്ഞാൽ വഖഫ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണോ എന്ന് പ്രോപ്പർട്ടി കൊടുക്കുന്നവരാഗ്രഹിക്കുന്നു. അതേ രീതിയിൽ സുതാര്യമായിട്ട് കറപ്ഷൻ ഇല്ലാതെ വഖഫ് മാനേജ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അല്ലാതെ പറയുന്നതെല്ലാം രാഷ്ട്രീയമായി മുസ്ലിങ്ങളോട് കള്ളം പറഞ്ഞ് പറ്റിച്ച് വോട്ട് വാങ്ങാനുള്ള കാര്യമാണെന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും മുനമ്പത്തെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുമോ? മുൻകാല പ്രാബല്യം ബില്ലിനുണ്ടാകുമോ? ഇതിൽ ഈ ചോദ്യം പലരും ചോദിച്ചു തുടങ്ങി. ഞാൻ പറയാം, ഇവിടെ ഒരു വഖഫ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ വഖഫ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു. ആരുടെ പ്രോപ്പർട്ടിയും കയറി എടുക്കാം, അവർ പറയുന്നത് അവർ തന്നെ തീരുമാനിക്കും. ദേ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ്, ദേ ആർ ദ ഡ്രൈവേഴ്സ്, ദേ ആർ ദ ഓണേഴ്സ്. അങ്ങനെ പോയിരുന്ന ഒരു ഹൈലി ബാഡ് പവേഴ്സ് അക്യുമുലേറ്റ് ചെയ്തൊരു സിസ്റ്റമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഈ പുതിയ ബില്ലോടുകൂടി ഈ പവർ മൊത്തം, ഈ പവറുള്ള പുലിയെ ഇല്ലാതായി. നമ്പർ 1. നമ്പർ 2, പുതിയ ബില്ലിൽ ഈ ഇൻജസ്റ്റിസ് എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് ഉണ്ട്. ഒന്ന്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോടതി പോകാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് മെഷർ ചെയ്ത് തീരുമാനം. അതായത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ന്യൂ ബിൽ ഈസ് അഡിക്വേറ്റ് ടു കറക്റ്റ് ഓൾ ദീസ് ഇൻജസ്റ്റിസ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, കർണാടകയിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഇഷ്യൂ ഉണ്ട്. ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഭരണഘടന അനുസരിച്ചുള്ള പ്രൊവിഷൻസൊക്കെ ഈ ബില്ലിനകത്തുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇവരുടെ പ്രശ്നവും സോൾവ് ചെയ്യപ്പെടും.